ശരിക്കും മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് എന്താണ് പെട്ടെന്നൊന്ന് സ്വിച്ച് ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് വരാൻ തീരുമാനിച്ചത്? അങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഡിസിഷൻ പെട്ടെന്നായിരുന്നു. പൊതുപ്രവർത്തനം എന്നുള്ളത് ചെറുപ്പം മുതലേ ചെയ്യുന്നൊരു സംഗതിയാണ്. വളരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ RSSൻ്റെ ശാഖയിൽ കൂടിയാണ് പൊതുരംഗത്തെത്തുന്നത്. അപ്പം അന്ന് മുതൽ തന്നെ നമ്മുടെ ഉള്ളിലൊരു പൊതുപ്രവർത്തകനുണ്ട്. നാട്ടിൽ നിരവധി ചുമതലകൾ വഹിച്ചിരുന്നു. RSSൻ്റെ ബാലഗോകുലത്തിൻ്റെ ഒക്കെ ചുമതലകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ നാട്ടിലെ പൊതുരംഗത്ത് നമ്മളുടെ സേവന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നാട്ടിലെ പൊതുകാര്യങ്ങളിലൊക്കെ അന്ന് മുതൽ തന്നെ നമ്മൾ വ്യാപൃതനാണ്. പിന്നീടാണ് ഞാൻ ജേർണലിസം പഠിക്കാൻ പോയതും എൻട്രൻസ് എഴുതി എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കുറേ കാലത്തേക്ക് പൊതുപ്രവർത്തനം നിർത്തിവെച്ചു എന്ന് മാത്രമല്ല. അത് മാത്രമല്ല, മാധ്യമപ്രവർത്തനം എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തനവും മാധ്യമപ്രവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരു 24/7 ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോലി. രണ്ടുപേരും സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണെന്ന് തോന്നുമ്പോഴും നമ്മളൊരു ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന ഒരു ലൈനിലാണ് മാധ്യമപ്രവർത്തനവും രാഷ്ട്രീയവും പോകുന്നത്. മനസ്സിലായി. എപ്പോഴും നമ്മളൊരു ഒരു ബഡ്ഡി സ്റ്റൈലിലാണല്ലോ, ഒരു അക്കമ്പനിങ് ആണല്ലോ എപ്പോഴും. രാഷ്ട്രീയക്കാർ പോകുന്നിടത്തൊക്കെ മാധ്യമങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചെല്ലുന്നിടത്ത് രാഷ്ട്രീയക്കാരൻ വരേണ്ടി വരും. അങ്ങനെയാണല്ലോ. രാഷ്ട്രീയക്കാർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾ ചെല്ലും, മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയക്കാർ ഇടപെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ഒരു എക്സ്റ്റൻഷനാണ്, അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ഡിസിഷൻ വളരെ ക്വിക്കായിരുന്നു. അത് സംഘടന ഡിമാൻഡ് ചെയ്തു. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുമ്മനം രാജേട്ടൻ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുമ്പോഴാണ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടത്. പിന്നെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനമെടുത്തു, അങ്ങ് സ്വിച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.